ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. അപ്പോസ്തലനായ പൗലോസ് കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതാന്ത്യം വരെ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തു എന്നുള്ളത് നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ ധൈര്യത്തോടു കൂടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലോകത്തിൽ നിന്ന് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. തൻ്റെ അന്ത്യം വരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പ്രാഗൽഭ്യം പൗലോസിന് ഉണ്ടായിരുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ധൈര്യം നമുക്കുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ നല്ല പോർ പൊരുതു, കർത്താവിന് വേണ്ടി അധ്വാനിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകൾ മുഴുവനായിട്ടും തീർത്തു എന്നുള്ളത് മാത്രമല്ല, വിശ്വാസം കാത്തു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പിന്നെ നമ്മൾ അപ്പോസ്തലനായ പൗലോസിന് മറ്റുള്ള സഹവിശ്വാസികളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതലും, അദ്ദേഹം മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്തു എന്നുള്ളതും മറ്റുള്ളവരെ എങ്ങനെ പുകഴ്ത്തി എന്നുള്ളതും നാം പലരോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. കാരണം തന്നേക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് കരുതണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പാഠം. അതനുസരിച്ച് തന്നെ പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിനോട് കൂടെ നടന്ന അനേക ശിഷ്യന്മാരെ തന്നേക്കാൾ വലിയവരെന്ന് കരുതുവാനുള്ള മനസ്സ് അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് പ്രിയനായിട്ട് അവൻ അന്ത്യത്തോളം നിലനിൽക്കുവാനായിട്ട് സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പൗലോസ് ഓനോസിഫോരസിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 തിമോഥെയോസ് 1 അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമനോഗോസും ആ കൂട്ടത്തിലുള്ളവർ ആകുന്നു. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഓനോസിഫോരസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഇവിടെ നമുക്ക് ഒരു കാര്യം ഓനോസിഫോരസിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന, അവൻ ശുശ്രൂഷ ചെയ്യുന്ന, പറയുകയാണ് എനിക്ക് എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്യുന്നു. ഒരു ദൈവത്തിൻ്റെ മകന് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു കൊടുക്കാമോ, അപ്പോസ്തലനായ പൗലോസിന് ഏതൊക്കെ ശുശ്രൂഷ ചെയ്തു കൊടുക്കാമോ ആ ശുശ്രൂഷയെല്ലാം ചെയ്ത ഒരു വിശ്വസ്തനായ ഒരു ദൈവഭക്തനെ നമുക്ക് ഓനോസിഫോരസിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട്, അവൻ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചത് മുഖാന്തരമായിട്ട് പൗലോസിന് കൂടുതൽ കർത്താവിനെ സ്നേഹിപ്പാനായിട്ട് ഇടയായിട്ട് തീരുമെന്ന് നമുക്കറിയാൻ. നമ്മളുടെ പ്രയാസ സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കുമ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പൗലോസിനോടുള്ള ബന്ധത്തിൽ ഓനോസിഫോരസിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ തണുപ്പിച്ചു എന്നാണ് പറയുന്നത്. ഹൃദയം തണുപ്പിക്കുന്നവൻ. നമുക്ക് ഇയ്യോബിൻ്റെ കൂട്ടുകാരന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഇയ്യോബിൻ്റെ കഷ്ടതയും പ്രയാസവും ഒക്കെ കണ്ടു. അവർ ഇയ്യോബിൻ്റെ അടുത്ത് വന്നുകൂടിയിരുന്നു. 7 ദിവസം അവർ ചാരത്തിലിരുന്നു, മിണ്ടാതിരുന്നു എന്നൊക്കെ നമുക്ക് വായിക്കുന്നുണ്ട്. എന്നാൽ അതിന് ശേഷം അവർ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ അവർ ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാരായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആശ്വസിപ്പിക്കാനായിട്ട് വന്നത്, എന്നാൽ ദുഃഖിപ്പിക്കുന്നവരായിട്ട് അവർ തീർന്നു. അതിനുശേഷം ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ ഇയ്യോബിനെ പോലെ എനിക്ക് വിഹിതമായിട്ടുള്ള സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഇയ്യോബിൻ്റെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കണം, സാക്രിഫൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളും പലപ്പോഴും അങ്ങനെ
അതിനുള്ള സാധ്യതകളുണ്ട്. ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാർ, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് സഹോദരിമാരെ. നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കരുതും എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ട് പലപ്പോഴും അവരുടെ മുറിവിനെ കുത്തുന്നവരായിട്ടും അവരെ വേദനിപ്പിക്കുന്നവരായിട്ടും തീർന്നു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇവിടെ ഒനേസിഫോരസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അവൻ്റെ ഗുണം നാം കണ്ടത്, ഒന്നാമതായിട്ട് നാം കണ്ടു മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന, കരുതുന്ന ഒനേസിഫോരസിനെ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നാം കണ്ടു മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിക്കുന്ന ഒനേസിഫോരസ്. മറ്റുള്ളവരുടെ ഹൃദയം തണുപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ഹൃദയം തണുപ്പിക്കും എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഒനേസിഫോരസിനെ ചിന്തിക്കുമ്പോൾ, ഒനേസിഫോരസിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ചങ്ങല ധരിച്ച്, കർത്താവിന് വേണ്ടി ചങ്ങല ധരിച്ച് ജയിലിലും കാരാഗൃഹത്തിലുമൊക്കെ ആയിരുന്നു. എന്നാൽ എന്നെക്കുറിച്ച് അവൻ ലജ്ജിച്ചില്ല, അവൻ എന്നെ അന്വേഷിച്ച് വന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റുള്ളവർ കാരാഗൃഹത്തിൽ പൗലോസ് ആയിരിക്കുന്ന, കർത്താവിന് വേണ്ടിയാണ് കാരാഗൃഹത്തിലായത്. എന്നാൽ കർത്താവിന് വേണ്ടി കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർ പൗലോസിനെ നിന്ദിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ ഒന്ന് രണ്ട് പേരുടെ പേര് പറയുന്നുണ്ട്. ഫുഗലോസും ഹെർമനോഗോസും ആ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവർ പൗലോസിനെ വിട്ടുപോയി കളഞ്ഞു. അവർ പൗലോസിനെ പ്രയാസ സന്ദർഭങ്ങളിൽ ദൈവത്തിന് വേണ്ടി കാരാഗൃഹത്തിലായിരിക്കുകയാണ്. ആ സമയത്ത് വിട്ടുകളയും മാത്രമല്ല, അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ ഒനേസിഫോരസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നെ അന്വേഷിച്ച് വന്നു. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്യുന്നു. അതെ, കർത്താവിൻ്റെ ദാസനായ പൗലോസ് കർത്താവിന് വേണ്ടി ചങ്ങല ധരിക്കുന്നെന്ന് മനസ്സിലായപ്പോൾ അതിനെക്കുറിച്ച് ലജ്ജിച്ചില്ല. കർത്താവിന് വേണ്ടി ലജ്ജിക്കാതെ റോമയിലെ പൗലോസിനെ അന്വേഷിച്ച് ചെല്ലുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒനേസിഫോരസിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ചങ്ങല ധരിക്കുവാനായിട്ട്, ആ ചങ്ങല ധരിക്കുന്നവരെ ആ കാര്യത്തിൽ ലജ്ജിക്കാതിരിക്കുന്ന ഒനേസിഫോരസിനെ, ക്രിസ്തുവിന് വേണ്ടി ലജ്ജിക്കാതെ സാക്ഷ്യം വഹിക്കുന്ന ഒനേസിഫോരസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, നാലാമതായിട്ട് നമുക്ക് ഒനേസിഫോരസിനെ കുറിച്ച് കാണുമ്പോൾ ഒനേസിഫോരസ് കരുണയുള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒനേസിഫോരസിനെ കുറിച്ച് മാത്രമല്ല പൗലോസ് അപ്പോസ്തലന് പറയാനുള്ളത്, അവൻ്റെ കുടുംബത്തിനും കരുണ ലഭിക്കുമാറാകട്ടെ എന്നുള്ളതാണ് പറയാനായിട്ട് സാധിക്കുന്നത്. ഒനേസിഫോരസിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമായ കരുണ അവനുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോസ്തലനായ പൗലോസും പറയുകയാണ്, ഈ ഒനേസിഫോരസിൻ്റെ കുടുംബത്തിന്, ഒനേസിഫോരസിന് മാത്രമല്ല, ഒനേസിഫോരസിനും അവൻ്റെ കുടുംബത്തിനും കരുണ ലഭിക്കുമാറാകട്ടെ എന്ന് പറയുന്നതായിട്ട് കാണുന്നു. ഇത്ര സ്വഭാവ ഗുണങ്ങൾ ഒനേസിഫോരസിൽ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് പുകഴ്ത്തി പറയുന്ന, അതിനെ എൻകറേജ് ചെയ്യുന്ന അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒനേസിഫോരസ് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം മുമ്പോട്ട് വന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം പൗലോസ് അപ്പോസ്തലനാണ് എഫെസോസിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. ആസിയയിൽ പോയി അത് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വളരെ കാലങ്ങൾ അപ്പോസ്തലൻ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലനിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്ന് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ ആ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും അനേകം രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ എഫെസോസിൽ അപ്പോസ്തലൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ നിന്നായിരിക്കാം
അന്നായിരിക്കാം ഈ ഓനോസിഫോരോസ് കർത്താവിൻ്റെ മകനായിട്ട് തീർന്നത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനെ ഓനോസിഫോരോസ് അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ കർത്താവിൻ്റെ വേലയിൽ കർത്താവിന് വേണ്ടി നിലനിന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഓനോസിഫോരോസിനെ പോലെ നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മറ്റുള്ളവരെ ചെന്ന് കാണുവാനും അവരെ അന്വേഷിച്ച് കണ്ടെത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങളിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും ലജ്ജിക്കാതെ അവരോട് കൂടെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവിനെക്കുറിച്ച് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ലജ്ജിക്കാതെ നിൽക്കുവാനായിട്ട് കർത്താവ് വരുന്ന ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.